രാത്രി നല്ല ചൂട് ബിരിയാണി കിട്ടുന്ന ട്രിവാൻഡ്രത്തുള്ളൊരു സ്പോട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കഴക്കൂട്ടം UST ഗ്ലോബൽ കഴിഞ്ഞിട്ട് ഒരു സബ് റോഡ് വരുന്നുണ്ട്. ആ സബ് റോഡ് വഴി പോകുമ്പോഴത്തേക്കും KFC ചിക്കനും അതുപോലെ ഡൊമിനോസ് ഒക്കെ കഴിഞ്ഞ് തൊട്ടടുത്താണ് ഈ ഒരു ബ്രോകോ, അതാണ് കടയുടെ പേര്. വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് ഈ കട ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഇത് അടയ്ക്കുന്നത് വെളുപ്പാങ്കാലം 5 മണിക്കാണ്. അപ്പം രാത്രി വിശന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് ധൈര്യമായിട്ട് വന്നോ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് ബിരിയാണി കിട്ടുന്നത് എന്ന് വെച്ചാൽ ബിരിയാണി ആ ഒരു ചെമ്പ് തുറക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് തുറക്കുന്നത് തന്നെ രാത്രി 9 മണിക്കാണ്. മിക്കയിടത്തും നമുക്കാണെങ്കിൽ ബിരിയാണി ആ ഒരു ചെമ്പ് തുറക്കുന്നതും അല്ലെങ്കിൽ ദമ്മ് പൊട്ടിക്കുന്നതൊക്കെ ഉച്ചയ്ക്കല്ലേ, ഒരു 12 മണി ആ ഒരു സമയത്തല്ലേ. ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ചാണ്, രാത്രി 9 മണിക്ക്. അപ്പം നല്ല ചൂട് വെറും ബിരിയാണി അല്ല, നല്ല ഒന്നാം തരം തമിഴ്നാട് ബിരിയാണി. അതാണ് ഈ കടയുടെ സ്പെഷ്യാലിറ്റി. ബിരിയാണി മാത്രമല്ല, 7 മണിക്ക് ശേഷം നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ ഫുഡും, തട്ടുകടയിലൊക്കെ കിട്ടുന്ന ദോശ, ഓംലെറ്റ്, പൊറോട്ട, ചിക്കൻ ഫ്രൈ, അതെല്ലാം ഇവിടെ കിട്ടും. ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. അത് ഒരു 9 മണിക്ക് ശേഷമേ കിട്ടത്തുള്ളൂ കേട്ടോ. കട ഭയങ്കര ആർഭാടം ഉള്ളതോ അങ്ങനെ ഭയങ്കര വലിയൊരു കടയൊന്നും അല്ല കേട്ടോ. കുറച്ച് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന കടയാണ്. തിരക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ വെയിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിന് മാത്രം ഇവിടെ എന്തെങ്കിലും അത്ര ഇതുള്ള വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെർത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഗൈസ്. ഈ തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് ഗൈസ്, ഈ ഒരു കത്തിരിക്ക കറി, തീയലെന്നോ കറിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള ഒരു കത്തിരിക്ക ഒരു ഗ്രേവി കേട്ടോ. ഇത് എനിക്കറിയില്ല ട്രിവാൻഡ്രത്ത് വേറെ എവിടെയെങ്കിലും ഇത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഒന്നൊന്നര കറിയാണ് എൻ്റെ മക്കളെ. അത് ബിരിയാണിയുടെ കൂടെ, ആക്ച്വലി ബിരിയാണിയുടെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, അത്ര ബിരിയാണി. ആ ഫ്ലേവർ ആണെങ്കിൽ എൻ്റെ അമ്മോ, എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. അതുപോലെ ആ ചിക്കനൊക്കെ ആ ഒരു ഗ്രേവിയിൽ, ആ ബിരിയാണിയുടെ ആ ഒരു ഗ്രേവിയിലൊക്കെ നിന്ന്, എനിക്കറിയില്ല ഗൈസ്, കിടിലം ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു കത്തിരിക്ക തീയലും, എൻ്റെ പൊന്നോ, ടോപ്പിലങ്ങ് എത്തിക്കുകയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, രാത്രി അങ്ങനെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കില്ല, ഡയറ്റാണ്, വല്ലപ്പോഴൊക്കെ കഴിക്കാം. വല്ലപ്പോഴും നമുക്കൊരു എന്താ പറയണ, ഒരു ജസ്റ്റ് ഫോർ എ ഹൊർ നിങ്ങൾക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ ഇതിന് കിട്ടുന്ന സാലഡൊക്കെ എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ. അത് കറക്റ്റ് എനിക്ക് ഫീൽ ചെയ്ത്, കാരണം ഞങ്ങൾ തമിഴ്നാട് പോകുമ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അതും ഈ ഒരു കത്തിരിക്ക തീരെന്ന് പറയുന്നത്, ഗായ്സ് വെള്ളം ഞാനിപ്പം തുപ്പലിങ്ങനെ ഇറക്കിയതേ ഉള്ളൂ. അടിപൊളിയാണ്. ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. ഒരു ബിരിയാണിക്ക് 200 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഞങ്ങളെപ്പോലെ നൈറ്റ് ഡ്രൈവും അതുപോലെ നൈറ്റ് റൈഡും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ കറങ്ങി ചുറ്റി അടിച്ച് അവസാനം പോയൊരു ബിരിയാണിയൊക്കെ തട്ടി, എപ്പോഴും ഇങ്ങനെ നൈറ്റ് ഫുഡ് അടിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം നമ്മൾ നൈറ്റ് ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്. എന്താ പറയണത്, നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. വയസ്സാം കാലത്ത് നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയില്ല. വയസ്സാം കാലം വരെ ഇരിക്കുമെന്നുള്ളതും അറിയില്ല. എനിവേസ്, എന്തായാലും നമുക്ക് ഇപ്പം പ്രസന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു രീതികൾ അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് എന്താ പറയണത്, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി പുതച്ച് മൂടി എന്താ പറയുക, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.